സ്കൂളുകൾ തുറക്കാനിരിക്കെ മക്കളെക്കുറിച്ച് ഓർക്കുമ്പോൾ മാതാപിതാക്കളുടെ ഉള്ളിൽ വലിയ ആശങ്കയുണ്ടാകും. യാത്രയ്ക്കിടെ കുട്ടികൾ എത്രത്തോളം സുരക്ഷിതരായിരിക്കുമെന്നതാണ് പ്രധാന ചിന്ത. അപരിചിതരായ ആര് വിളിച്ചാലും കൂടെ പോകരുതെന്ന് മക്കളോട് നിങ്ങൾ പറയണം കേട്ടോ. ഇല്ലെങ്കിൽ പല അപകടങ്ങളും പതിയിരിക്കുന്നുണ്ടാകും. മലപ്പുറം തിരൂരിൽ ബസ് കാത്തു നിന്ന 12-കാരനെ തട്ടിക്കൊണ്ടുപോയി പ്രകൃതിവിരുദ്ധ പീഡനത്തിനിരയാക്കിയ സംഭവത്തിലേക്കാണ്. കേസിൽ വെട്ടം കാഞ്ഞിരക്കോട് സ്വദേശി മുഹമ്മദ് അലിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആൾപ്പാർപ്പില്ലാത്ത വീട്ടിലെത്തിച്ചാണ് കുട്ടിയെ 58-കാരൻ പീഡനത്തിനിരയാക്കിയത്. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ പലതും പറഞ്ഞ് കബളിപ്പിച്ച് സ്കൂട്ടറിൽ കയറ്റിക്കൊണ്ടു പോവുകയും ആൾപ്പാർപ്പില്ലാത്ത വീട്ടിലെത്തിച്ച് പീഡനത്തിനിരയാക്കുകയും ചെയ്തെന്ന കേസിലാണ് അറസ്റ്റ്. 58 വയസ്സുള്ള തിരൂർ വെട്ടം കാഞ്ഞിരക്കോട് സ്വദേശി മുഹമ്മദ് അലിയാണ് പിടിയിലായത്. ബസ് കാത്തു നിൽക്കുകയായിരുന്ന 12 വയസ്സുള്ള ആൺകുട്ടിയെയാണ് മുഹമ്മദ് അലി സ്കൂട്ടറിൽ തട്ടിക്കൊണ്ടുപോയി ലൈംഗിക പീഡനത്തിനിരയാക്കിയത്. പീഡനത്തിനിടെ മുഹമ്മദ് അലിയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടോടിയ കുട്ടി തൊട്ടടുത്ത വീട്ടിൽ അഭയം തേടി വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് ഈ വീട്ടുകാരുടെ സഹായത്തോടെയാണ് കുട്ടിയുടെ വീട്ടിൽ വിവരമറിയിച്ചത്. പിന്നീട് വീട്ടുകാർ പോലീസിൽ പരാതി നൽകി. സംഭവസ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ട മുഹമ്മദ് അലിയെ ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെയാണ് പോലീസ് പിടികൂടിയത്. പോക്സോ നിയമത്തിലെ ഗുരുതര വകുപ്പുകളും തട്ടിക്കൊണ്ടുപോകലിന് ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പുകളും ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. 7 വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് പ്രതിക്കെതിരെ ചുമത്തിയത്. പ്രതിയെ തിരൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 തിരൂർ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.